പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പെരുമ്പടവ് സെന്റ് ജോസഫ് ദേവാലയ തിരുനാളിന്റെ ഭാഗമായി ഇടവക വാർഷികവും സമർപ്പിത സംഗമവും സംഘടിപ്പിച്ചു. മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ സമർപ്പിത സംഗമം ഉദ്ഘാടനം ചെയ്ത് സമർപ്പിതരെ ആദരിച്ചു. സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട സന്യാസികളായ സിസ്റ്റേഴ്സിന്റെയും പ്രത്യേകിച്ച് വിളിച്ചു ചേർത്ത് അവരുടെ സംഗമം ഇവിടെ നിന്ന് നടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ബഹുമാനപ്പെട്ട മാണിച്ചൻ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, സിസ്റ്റേഴ്സിന്റെയും സമർപ്പിതരുടെയും വൈദികരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് തന്നെ ഓരോ പ്രദേശത്തുണ്ടാകുന്ന വലിയ പുരോഗതിയെക്കുറിച്ചും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജനത്തിനുണ്ടാകുന്ന പുരോഗതി എന്താണ് എന്ന് വളരെ ഹ്രസ്വമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു ചിന്ത ഇതാണ്. ഈ അടുത്ത കാലത്ത് വളരെ പ്രസിദ്ധമായ ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലെല്ലാം ഓടുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിലും അത് ഓടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വന്ന സിനിമയാണ് ദ ഫേസ് ഓഫ് ദ ഫേസസ്. ആ സിനിമയുടെ ഇതിവൃത്തം, അതിന്റെ സംഭവ കഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഥയിലുള്ള സംഭവമാണ്, അത് ദൃശ്യവൽക്കരിച്ചതാണ്, സിനിമയാക്കിയതാണ്. അത് നമുക്കറിയാവുന്നതുപോലെ റാണി മരിയ സിസ്റ്ററിന്റെ ജീവിതവും രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥയാണ്. ഈ സിനിമയുടെ സംവിധായകൻ നമ്മുടെ കേരളത്തിൽ ഈ സിനിമ ക്യാഷ് ചെയ്യുന്നതിന് മുമ്പായി, തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പായി തലശ്ശേരി വിശ്വസത്തിൽ വരികയുണ്ടായി. നമ്മുടെ തിരുവത അംഗമായ രഞ്ജിത്ത് അബ്രഹാം, പേരാവൂരുകാരനാണ്, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. രഞ്ജൻ അബ്രഹാം ബിഷപ്പ് ജോസഫ് എന്ന തലശ്ശേരി ഒരു പിതാവിനെ ഞങ്ങളെല്ലാം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പിതാവെ, ഈ സിനിമ ഇവിടെ ഓടി ആളുകൾ കാണാമെങ്കിൽ നിങ്ങൾ കാര്യമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. ഇടവക വികാരി ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. ഏകദേശം 7 പതിറ്റാണ്ടുകൾ നമ്മൾ വിശ്വാസത്തിൽ ഈ ദേശത്ത് നിലകൊണ്ടു എന്നുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയുടെ ഭാഗമാണ്. അതാണ് ഞാൻ കൃതജ്ഞതയോടുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നത്. നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്ന വാക്കുകൾ ഈ അവസരത്തിൽ ഉചിതമാണെന്ന് ഞാൻ കരുതുകയാണ്. ദൈവം നമ്മളെ ചൊരിഞ്ഞ ഈ ഇടവകയിലെ ഈ ദേശത്തിന്റെ മേൽ ചൊരിഞ്ഞ, നമ്മളിലൂടെ ഈ പ്രദേശത്ത് ചൊരിഞ്ഞ നന്മകൾ എത്രയോ വലുതാണെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് ധ്യാനിച്ച് നോക്കേണ്ടതാണ്. കാരണം 1955 മാർച്ച് 19 ഇടവക സ്ഥാപിതമായതെന്ന് അഭിമന്യ വള്ളപ്പള്ളി പിതാവ് എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏകദേശം 70ഓളം വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഈ ദേശത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ പൂവനാട്ട്, ഫാദർ ജസ്റ്റിൻ തട്ടാപറമ്പിൽ, ഫാദർ ഡാൻഡീസ് കാരിക്കണ്ടം, സിസ്റ്റർ ആഗ്നൽ കട്ടകുത്തിയൽ, ഷെൽമോൻ പൈനാടത്ത്, ബിജു തെക്കേമുറി, ദീപു കണ്ടത്തിൻ പുത്തൻമുരയിൽ എന്നിവർ സംസാരിച്ചു. ബിനിൽ കടവിൽ, ലിജോ പാലമൂട്ടിൽ, ജോഷി പുല്ലംപ്ലാവിൽ, സണ്ണി കപ്പൂര്, സുനിൽ പുത്തമ്പുര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പെരുമ്പടവ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.